ഹലോ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ഹോൾ വീഡിയോ, ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അതിൻ്റെ ഹോൾ വീഡിയോ ഒന്നും അൺബോക്സിങ് വീഡിയോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെതായ രീതിയിൽ എനിക്കൊരു ഫോൺ വാങ്ങണമായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തു ഒന്ന് പോയി, അപ്പോൾ ഒരു ചെറിയ പർച്ചേസ് നടത്തി. അപ്പോൾ അതൊന്ന് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പം ഫസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ വാങ്ങിയ 2 ഡ്രസ്സാണ് കേട്ടോ. അപ്പം ഇതാണ് പാക്കിങ്. മാക്സിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. മാക്സിൽ ഭയങ്കര തിരക്കായിരുന്നു, അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാ ബില്ലാണ്. ഇതാണ് ടോപ്പ്. ഇത് കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇത് കലൂരുള്ള മാക്സിൽ നിന്നാണ് വാങ്ങി കേട്ടോ. അപ്പോൾ അവിടെ നല്ല ഓഫറുണ്ട്, എല്ലാ ഡ്രസ്സിനും ഓഫറുണ്ട്. ഞാൻ 2 പാർട്ടി വെയർ ലുക്കിങ്ങുള്ള ടോപ്പാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനെല്ലാം 50% ഓഫറിലാണുള്ളത്. അപ്പം നല്ല ലാഭമുണ്ട്. നിങ്ങൾ ഈ സൈഡിലുള്ള ആൾക്കാരാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ആ ടോപ്പ്. ഇതിങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഇതുപോലൊരു പീസ് ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഇങ്ങനെ നല്ലൊരു റെഡും യെല്ലോയും കൂടെ കൂടിയിട്ട് ഇങ്ങനെ, ഇതിനെന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ 2 വള്ളിയൊക്കെ ഫ്രണ്ടിലും സൈഡിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ടോപ്പ്. ഇതിൻ്റെ MRP വരുന്നത് 1299 രൂപയാണ്. പക്ഷേ ഇത് 50% ഓഫറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോകുവാണെങ്കിൽ നല്ല ഓഫറിൽ ഒരു പാർട്ടി വെയർ ലുക്കുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റിയൊരു ലുക്കുള്ള ടോപ്പാണ് കേട്ടോ. അത് നല്ല യെല്ലോ കളറും കൂടെയാണ്. എല്ലാ കളറുകാർക്കും മാച്ച് ചെയ്യുന്നൊരു കളറാണ്. അപ്പം എനിക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ നിങ്ങളോടുകൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് കാണിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് അതേപോലെ മടക്കി വെച്ചതായിരുന്നു കേട്ടോ. ഇത് നല്ലൊരു കളറാണ് കേട്ടോ. ഒരു നല്ലൊരു ബ്ലൂവും മെറൂണും കൂടെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഏറ്റവും നന്നായിട്ട് ചേരുന്നൊരു കളറാണ് ഈ ബ്ലൂ എന്ന് പറയുന്നത്. കണ്ടോ? ഇത് അതുപോലെ തന്നെ പാർട്ടി വെയർ ഇടാൻ പറ്റിയ നല്ല ഭംഗിയാണിത്. കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഇതിനും അതുപോലെ തന്നെ ആ ഒരു കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കണ്ടില്ലേ? ഇതും അതുപോലെ തന്നെ റേറ്റ് വരുന്നത് 1599 ആണ്. ഇതിനും അവർ 50% ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനും നമ്മൾ ഹാഫ് പ്രൈസ് മാത്രം കൊടുത്താൽ മതി. നമുക്ക് അത്യാവശ്യം നല്ല ഫംഗ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നുകൊണ്ട് എനിക്ക് നിങ്ങളിത് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു മാക്സിൽ നിന്ന്. പിന്നെ ശരിക്കും ഞാൻ പ്രധാനമായിട്ടും വാങ്ങാൻ പോയത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫോണാണ്. എനിക്കിപ്പം വ്ളോഗ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനൊരു ഫോൺ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഫസ്റ്റ് മൈജിയിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. ഇത് പാലാരിവട്ടത്തുള്ള മൈജി എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടുത്തെ ഒരു ചെറിയ ക്ലിപ്പിംഗ് ഒന്ന് കണ്ടിട്ട് വരാം. ഫസ്റ്റ് വരുന്നത് ഇതാ ഒരു ബില്ലാണ് കേട്ടോ. ബില്ലും വാറൻറ്റി കാർഡും ഉണ്ട്. 1 ഇയർ വാറൻറ്റി ഉണ്ട്. അപ്പം ഫോണിന് പ്രൈസ് വരുന്നത് ഏകദേശം 18,000 എങ്ങാണ്ടാണ് MRP വരുന്നത്. പക്ഷേ നമ്മൾക്കിത് കിട്ടിയത് 15,500-നാണ് നമുക്ക് ഈ മൊബൈൽ കിട്ടിയത് കേട്ടോ. ഇതാണ് റേറ്റ്. ബില്ല് വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ട് കവർ ഇങ്ങനെ ഉണ്ടാവും. ഞാൻ എടുത്തിരിക്കുന്ന ഫോൺ പറഞ്ഞില്ലല്ലോ, Redmi Note 7 Pro ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വ്ളോഗ് ചെയ്യാനായിട്ട് ക്യാമറ വൈസാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല ക്യാമറയിൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ഏറ്റവും നല്ല ക്യാമറ നോക്കിയപ്പോൾ റെഡ്മിയുടെ ഫോണാണ് നല്ലതെന്ന് തോന്നി. നമുക്ക് കൂടുതലായിട്ടും വ്ളോഗ് ചെയ്യാനും കാര്യങ്ങളാണല്ലോ. ഞാൻ
എടുത്തുകൊണ്ടിരുന്നതെല്ലാം സോണിയുടെ ക്യാമറയിലായിരുന്നു. അപ്പം എപ്പോഴും അത് പറ്റത്തില്ല. അപ്പം എനിക്ക് എപ്പോഴും അത് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് കുക്കിംഗ് ആയാലും വീഡിയോകളൊക്കെ ചെയ്യാനായിട്ടും വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോൺ ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് റെഡ്മി നോട്ട് 7 Pro ആണേ. അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഒരു കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട് ഫോണിൻ്റെ. പിന്നെ ബാക്കിൽ അതിൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട്. അപ്പം നമുക്കിതൊന്നും തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഫസ്റ്റ് തന്നെ ഒരു മൊബൈൽ കേസാണ് കേട്ടോ. മൊബൈൽ കേസിൻ്റെ കൂടെ ചെറിയൊരു ഗൈഡുണ്ട്, ഫോണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കണം. പിന്നെ ഇതാണ് കേസ്. ഇത് ഒരു റഫ് യൂസ് തന്നെയാണ് ശരിക്കും. അവർ പറഞ്ഞ ഇത് കുറച്ച് നാൾ കിടക്കും, അത് കഴിയുമ്പോൾ ഇതിലങ്ങ് മഞ്ഞ കളർ വീഴും. അപ്പോൾ ഇതങ്ങ് മാറ്റി വേറെ മേടിക്കാൻ, വേറെ കേസ് എനിക്ക് മേടിക്കണം എന്നുണ്ട്. അപ്പം ഫസ്റ്റ് കവറിൽ ഇതിങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ വരുന്നത് ഒരു എന്തോ ഒരു കാർഡ്, സീരിയൽ നമ്പറൊക്കെ എഴുതിയ തന്നെ ഒരു കാർഡാണ് വരുന്നത് കേട്ടോ. പിന്നെയാണ് നമ്മുടെ ഫോൺ വരുന്നത്. ഇതാണ്. അവിടെ റെഡ് കളറും ഈ ബ്ലൂ കളറും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ബ്ലൂ കളറിനോട് ഇഷ്ടം തോന്നിയത്. അപ്പം ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം നമുക്ക് ഈ സ്റ്റിക്കർ പൊളിച്ചെടുക്കാം. സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്. അവർ ഇതിൽ ഗ്ലാസ് ഒക്കെ ഇട്ട് തന്നായിരുന്നു. എങ്കിലും അപ്പം നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ ചെയ്യുമ്പോഴാണല്ലോ എനിക്ക് അത്ര ഹാപ്പി കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഇത് ഓപ്പൺ ആക്കാമെന്ന് വിചാരിച്ചാൽ കാണിക്കുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് സ്വിച്ച് ഓൺ ചെയ്യാവേ. സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് ഡ്യുവൽ ക്യാമറ വരുന്നുണ്ട് കേട്ടോ. ക്യാമറ വൈസ് ഞാൻ ഒരുപാട് പേരോട് അന്വേഷിച്ചിട്ട് എല്ലാവരും ഭയങ്കര നല്ലതാണ്, നല്ല ഷാർപ്പായിട്ടുള്ള പിക്ചേഴ്സ് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ ഇതിൽ ഞാൻ സിമ്മോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വിൻഡോ വരുന്നത്. ഇതിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത് തുറന്ന് നോക്കിയിട്ട് പോലില്ല. നിങ്ങളുടെ കൂടെ തന്നെ വന്നിട്ട് ഇത് നോക്കാമെന്ന് വിചാരിച്ച് വെച്ചിരുന്നു. അപ്പം ഇനി വേണം ഇതൊന്ന് ഫുള്ള്, കുഞ്ഞിനെ ഉറക്കിയിട്ട് വേണം എനിക്കിതൊന്ന് ഫുള്ള് കംപ്ലീറ്റ് പഠിക്കാനും കാര്യങ്ങളൊക്കെ. ആൻഡ്രോയിഡ് വേർഷൻ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും നമുക്ക് നോക്കാം. പിന്നെ വരുന്നത് ഈ ബോക്സിൽ ഒരു അഡാപ്റ്റർ ഉണ്ട് മൊബൈലിൻ്റെ. പിന്നെ അതിൻ്റെ കേബിൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിന് ഹെഡ്സെറ്റും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ. വേറെ ഗൈഡും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കാലി ബോക്സാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫോണിനകത്ത്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും മിക്കവാറും വീഡിയോസൊക്കെ ഇതിലൂടെ വരുന്നതാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാം. കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു നമ്മളിന്ന് ചെയ്തേട്ടോ. ഞാനപ്പോൾ ഇങ്ങനെ പോയപ്പം വെറുതെ ഒരു ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഫോൺ അത്യാവശ്യമായിട്ട് വാങ്ങിക്കാൻ പോയി. അപ്പം മാക്സിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോൾ 2 ഡ്രസ്സും വാങ്ങിച്ചു. അപ്പം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടമായോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലയോ എന്ന് എനിക്ക് അറിയണമെങ്കിൽ കമൻറ്റ് കാണുമ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് പേര് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള ഞാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോയെ കാണാൻ. ടാറ്റാ. വീഡിയോ ഇഷ്ടമായോ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിടുക.